സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് റമളാനിൻ്റെ മുന്നേ നാം ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ? നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും നമ്മൾ മുന്നൊരുക്കം നടത്താറുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിഥി വരുന്നുവെന്ന് കേട്ടാൽ നമ്മൾ 4 ഭാഗത്ത് ഓടും. ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത്, മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും. റമളാൻ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ആ റമളാനിൽ ഭക്ഷണത്തിൻ്റെ കാര്യവും റമളാനിലെ മറ്റു കാര്യങ്ങളും, പകൽ എങ്ങനെ ചെലവഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകളിലായിരിക്കും പൊതുവെ. ജനങ്ങൾ പല തട്ടുകളിലാണ് ഈ വിഷയത്തിൽ. എന്നാൽ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ പരിശുദ്ധ റമളാനിൻ്റെ വരവിനെ സ്വീകരിക്കേണ്ടത് ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, റമളാൻ വന്നെത്തുന്നതിന് മുന്നേ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പരിശുദ്ധ റമളാൻ വന്നെത്തുന്നതിന് മുന്നേ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്തൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്നാമത്തേത്, ഒരടിമ അള്ളാഹുവിനോട് റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുക. രണ്ടാമത്തേത്, ആ റമളാൻ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുക. കാരണം സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ വരും, എന്നിട്ട് കടന്നു പോകും. ആ റമളാൻ വന്നതോ പോയതോ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ, മുസ്ലിം നാമധാരികൾ ധാരാളം കാണാം. മറ്റുള്ളവരുടെ വിഷയം അത് വേറെ. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗഫീഖിന് ചോദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകിയാലല്ലാതെ ആ റമളാൻ ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. മൂന്നാമത്തേത്, ഒരടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഈ പരിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ നരകമോചനം ലഭിച്ച അവസ്ഥയിൽ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവെ എന്നെ ആക്കി തീർക്കണേ. ഇങ്ങനെ 3 സുപ്രധാനമായ പ്രാർത്ഥന റമളാനിന് മുന്നേ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റമളാനിന് മുന്നേ അത് റബ്ബിനോട് നാം ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്.